ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്മനീർ പൂവിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി സുധിയോട് ഇങ്ങനെ പറയുകയാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ, ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചു പോയില്ലേ, പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാത്തിനും കാരണം നീ തന്നെയാണ്, നിന്നെ പ്രസവിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ പറയുക. അപ്പോൾ ശ്രുതിയോട് ശ്രുതി, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് നീ കുറച്ച് പൈസ ഇവന് കൊടുക്ക്, എന്നിട്ട് ആ എല്ലാ കടങ്ങളും ഒന്ന് വീട്ടുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അയ്യോ അത് പിന്നെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛനോട് എങ്ങനെ ചോദിക്കാനാണ് അമ്മേ, അവളുടെ അച്ഛൻ ജയിലല്ലേ, പിന്നെ എങ്ങനെ ചോദിക്കും, അതൊക്കെ തരാൻ പറ്റും. നിങ്ങളുടെ ഷോറൂം ഇത് കെട്ടാൻ വേണ്ടി അച്ഛനല്ലേ പൈസ തന്നത്, അപ്പോൾ അതേപോലെ തന്നെ ഏതെങ്കിലും മുഖേന അച്ഛൻ പൈസ ഉണ്ടാക്കിക്കോളും. ഇവളെ ഇളയച്ചനോട് സംസാരിക്കാനായിട്ട് പറ. എന്നിട്ട് ശരി അമ്മ, ഞാൻ ഇളയച്ചനോട് സംസാരിക്കാം, ഇളയച്ചനോട് സംസാരിച്ചിട്ട് കുറച്ച് പൈസ തരാനായിട്ട് പറയാം. അതാണ് വേണ്ടത്. മോളെ, ഇവനെ കെട്ടിയത് ഏറ്റവും വലിയ ദുരന്തമാണ് നിനക്ക്, അതേപോലെ തന്നെ ഇവനെ പ്രസവിച്ചതും എനിക്ക് ഏറ്റവും വലിയ ദുരന്തം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല അമ്മയാണ് തെറ്റുകാരി. ഞാനെന്താ തെറ്റുകാരി, ഞാനാണോടാ തെറ്റുകാരി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ, അമ്മ തന്നെ തെറ്റുകാരി. അമ്മേ, എന്നെ പ്രസവിച്ചോടെ ആ പ്രസവം നിർത്തണമായിരുന്നു, അല്ലാതെ സച്ചിയെ പ്രസവിക്കാൻ പാടില്ലായിരുന്നു. സച്ചിയെ പ്രസവിച്ചത് കൊണ്ടാ ഏറ്റവും വലിയ ദുരന്തം. എല്ലടാ, നീ തന്നെയാണ് ദുരന്തം, സച്ചിയല്ല പ്രശ്നക്കാരൻ, നീ തന്നെയാടാ, നിന്നെ പ്രസവിക്കണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ചന്ദ്രയുടെ വർത്തമാനമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ അരിശവും വരുന്നുണ്ട്. കാരണം ശ്രുതി അത്രയ്ക്കും മണ്ടനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അങ്ങനെ പിന്നീട് നമ്മുടെ ചന്ദ്ര താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയായിരുന്നു. നമ്മുടെ സച്ചിയാണെങ്കിൽ അച്ചമ്മയ്ക്ക് കാലം തിരുമ്മി കൊടുക്കുക. ആ സമയത്ത് ചന്ദ്ര വന്നിട്ട് രേവതി ഭക്ഷണം റെഡിയായില്ലേ, എനിക്കൊരു കോഫി ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ഇടുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മയാണെങ്കിൽ നീ എന്തിനാ അവളോട് പറയുന്നത്, അത് പിന്നെ അമ്മേ എനിക്ക് ഇത്തിരി ചായ വേണമായിരുന്നു, ചായ വേണമെങ്കിലേ നീ ഇട്ട് കുടിക്കണം, നിനക്ക് കൈയും കാലൊക്കെ ഉണ്ടല്ലോ, അതിന് ആരോഗ്യക്കുറവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നീ ഇട്ട് കുടിക്കണം ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ അമ്മ രാവിലെ എണീറ്റ് ഇങ്ങോട്ട് പോകുന്നല്ലേ, ഞാൻ വിചാരിച്ച് അമ്മയ്ക്ക് ടയേർഡായതുകൊണ്ട് കിടന്നുറങ്ങുമായിരിക്കുമെന്ന്. ചന്ദ്രേ, നീ എന്നെ അങ്ങനെ മന്ദബുദ്ധിയാക്കാൻ നോക്കണ്ട, എനിക്കത്ര വലിയ ടയേർഡൊന്നുമില്ല. ഞാനേ രാവിലെ എണീറ്റ് പാടത്ത് പോയി കഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് എന്നെ സഹായിക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. അതേപോലെ നീയും നിൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യ്. നിനക്ക് 3 മരുമക്കളുണ്ട്, അതിൻ്റെ അഹങ്കാരമല്ലേ നീ കാണിക്കുന്നത്. അമ്മയ്ക്ക് മരുമകളായിട്ട് ഞാനില്ല അമ്മേ, പിന്നെന്തിനാണ് അമ്മേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യടാ ഒരു മരുമകൾ. ചന്ദ്രേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏതായാലും നീ രവിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഞാനോ? പിന്നല്ലാതെ ബാക്കിയുള്ളവരാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. നിൻ്റെ ഭർത്താവിന് നീ ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും വരിക. അപ്പോൾ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മേ, അപ്പോൾ എൻ്റെ കാര്യം എന്താവും, എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നിനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലേ നിൻ്റെ ഭാര്യയോട് ഉണ്ടാക്കാൻ പറയണം, ശ്രുതിയോട്. അപ്പോൾ ശ്രുതി ഓടി വന്നിട്ട് അച്ഛമ്മേ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാനോ എന്ന് ചോദിക്കുമ്പോൾ അതെ, നീ തന്നെ ഉണ്ടാക്കണം അച്ഛമ്മേ. അത് പിന്നെ ഒരച്ഛമ്മേ ഇല്ല, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, വർഷ ശ്രീകാന്തിനും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വർഷ പേടിച്ചു പോയി. അച്ഛമ്മേ അങ്ങനെ പറയരുത് അച്ഛമ്മേ, എനിക്കൊരു ദോശ പോലും ഉണ്ടാക്കാനായിട്ട് എനിക്കറിയില്ല അച്ഛമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും അങ്ങനെയല്ലേ പഠിക്കേണ്ടത് അച്ഛമ്മേ, ശ്രീകാന്തിനെ ഉണ്ടാക്കാൻ അറിയുള്ളൂ, എനിക്കൊരു കുന്തം ഉണ്ടാക്കാൻ അറിയില്ല അച്ഛമ്മേ. ശ്രീകാന്ത് ഉണ്ടാക്കുന്നത് നീ കണ്ട് പഠിക്ക്, അങ്ങനെ ഓരോ ദോശകളും ഉണ്ടാക്ക്, അപ്പോൾ പതിയെ ഇതൊക്കെ പഠിച്ചോളും എന്നൊക്കെ നമ്മുടെ അച്ഛമ്മ പറയുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് സച്ചേട്ടാ, ഞാൻ കാല് തിരുമ്മി കൊടുത്തോളാം അച്ഛമ്മയുടെ. അപ്പോൾ പറഞ്ഞു സാരില്ല, ഞാൻ തിരുമ്മി കൊടുത്തോളാം. അപ്പോഴേക്കും വർഷ സച്ചേട്ടാ, ശ്രീകാന്തിൻ്റെ കയ്യേ പൊറോട്ട അടിക്കണ കയ്യാ, നല്ല കൈപ്പുണ്യമാണ്. ആണോടാ? എങ്കിലേ നാളെ മുതൽ നീ അച്ഛമ്മയുടെ കാല് തിരുമ്മി കൊടുത്താൽ മതിയടാ എന്ന് പറഞ്ഞോട് നിൽക്കുക. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് കേട്ടല്ലോ, പെണ്ണുങ്ങളെല്ലാം ഭർത്താക്കന്മാർക്ക് ദോശയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അതേപോലെ തന്നെ ഭർത്താക്കന്മാരും ഭാര്യമാർക്കും ഉണ്ടാക്കി കൊടുക്കണം. കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, ഭാര്യമാർക്കും ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ശ്രുതിയും ചോദിക്കുകയാണ്. അതേടാ, നീയും ഉണ്ടാക്കി കൊടുക്കണം അച്ഛമ്മേ, ഈ ടേസ്റ്റില്ലാത്ത ഭക്ഷണം കഴിച്ചാലേ എൻ്റെ വയറിനെ അത് ബാധിക്കും. അച്ഛമ്മേ, ഞാൻ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് അല്ല അച്ഛമ്മേ, അതുകൊണ്ട് എനിക്ക് ദോശയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അച്ഛമ്മേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്. എടാ നിൻ്റെ ബിസിനസ്സൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതൊക്കെ ഉണ്ടാക്കി പഠിക്കണം നീ അച്ഛമ്മേ. ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി, നീ പോയേ നിൻ്റെ ജോലി ചെയ്യാനായിട്ട് നോക്ക്. അപ്പോൾ ശരി അച്ഛമ്മ പറഞ്ഞല്ലേ, ഇനി അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് തന്നെ ചന്ദ്രയും അതേപോലെ തന്നെ
രവിയും കൂടി നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുക. ഇവരാണെങ്കിൽ ആദ്യം പിണക്കത്തിലാണല്ലോ. അപ്പോൾ ഇവരെന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി തന്നെ ഇവരിങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. സച്ചിയും അതേപോലെ തന്നെ ശ്രുതിയും വർഷയും കൂടി ഒളിഞ്ഞു നിന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ രവി നേരെ ചന്ദ്രയോട്, ചന്ദ്രേ ആ ദോശമാവ് ഇങ്ങോട്ട് താ ചന്ദ്രേ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര എടുത്ത് ദോശമാവ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ രവിയാണെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന ആ ശ്രമത്തിൽ രവിയേട്ടാ ഇനി എനിക്കും ദോശമാവ് താ രവിയേട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവിയും ആ ദോശമാവ് എടുത്ത് കൊടുത്ത് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കണം. അയ്യോ ദേ രവിയേട്ടാ തീ കുറച്ചിട്ട് കരിഞ്ഞു പോകില്ലേ, അങ്ങനെ തീയൊക്കെ കുറച്ചിട്ട് ഇവർ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ദോശ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ സച്ചിക്കും രേവതിക്കും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ രവി ചോദിക്കുകയാണ്, ചന്ദ്രേ നിനക്ക് എത്ര ദോശ വേണം ചന്ദ്രേ? എനിക്ക് ഒരു 4 മതി രവിയേട്ടാ. 4 മതിയോ നിനക്ക്? എങ്കിൽ പിന്നെ ഒരു 5 ആയിക്കോട്ടെ രവിയേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ രവി ശരി 5 ഉണ്ടാക്കാം. അങ്ങനെ ഇവർ സന്തോഷത്തോടെ ദോശ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ അച്ഛമ്മേ അങ്ങോട്ട് നോക്കിക്കണ്ടേ, എല്ലാവരും ഒളിഞ്ഞു നോട്ടമാണ്. അപ്പോൾ അച്ഛൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ദോശ ഉണ്ടാക്കണം ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അച്ഛമ്മയാണെങ്കിൽ എന്താ അവിടെ, നിങ്ങളെന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത്? അത് പിന്നെ അച്ഛമ്മേ കളഞ്ഞല്ലോ അച്ഛമ്മേ, ഞങ്ങളെല്ലാവരും കൂടി അച്ഛനും അമ്മയും കൂടി ദോശ ഉണ്ടാക്കണം നോക്കിയിരിക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ശ്രുതിയോട് പറയാണ്. ആഹാ കൊള്ളാലോ, ദോശ ഉണ്ടാക്കണം നോക്കിയിരിക്കുന്നത് പോലും. നിങ്ങൾക്കും ഉണ്ടാക്കണ്ടേ ദോശയൊക്കെ? പിന്നെ അവർക്കുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കൊടുക്ക്. അയ്യോ അച്ഛമ്മേ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കാനോ? അത് തന്നെ, എല്ലാ കാര്യങ്ങളും പടാന്ന് ചെയ്യണം. അങ്ങനെ നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി ദോശ ഉണ്ടാക്കാനായിട്ട് ചെല്ലുക. അപ്പോൾ ഇവരങ്ങോട്ട് ദോശ ഉണ്ടാക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ശ്രുതി എനിക്ക് ദോശയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ദോശ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക. അപ്പോൾ ശ്രുതി അങ്ങോട്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇതെന്താണ് ഇതിങ്ങനെ, എൻ്റെ പൊന്ന് ശ്രുതി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദോശമാവ് ഇങ്ങനെ കലക്കി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ സമയത്ത് ഇനി ദോശ തിരിച്ച് മറിച്ചിട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശ്രുതി എടുത്തും മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. എന്നെയല്ല ദോശ എടുത്ത് മറിച്ചിടാനാണ് പറഞ്ഞത്, നീ എന്താ തമാശ കളിക്കുകയാണോ ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ ദോശ മറിച്ചിടാനോ? അങ്ങനെ മറിച്ചിടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദോശ കുറച്ച് മുറിഞ്ഞു പോവുകയാണ്. അയ്യോ എൻ്റെ ശ്രുതി ദേ ഇത് കണ്ടോ, ദോശ പകുതിയേ വന്നുള്ളൂ, ഇനി ഞാൻ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം ശ്രുതി, ഈ ദോശ മുഴുവനെ അച്ചമ്മയ്ക്ക് കൊടുക്കാം, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ ചിന്നമ്പന്നമായ ദോശ നമ്മൾ അച്ചമ്മയ്ക്ക് കൊടുത്താലേ നിന്നെ ചിന്നമ്പന്നും ആക്കും അച്ചമ്മ. ആണല്ലേ, എങ്കിൽ വേണ്ട, നമുക്ക് ഈ ദോശ നമുക്ക് തന്നെ തിന്നാം, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ദോശ ഉണ്ടാക്കാനുള്ള ശ്രമം. നിനക്ക് ഇതൊന്നും പറ്റിയ പണിയല്ലോ, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി തന്നെ എല്ലാ ദോശ ഉണ്ടാക്കുക. പിന്നീട് നമ്മുടെ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി വരികയാണ്. വർഷയും ശ്രീകാന്തും കൂടി വന്ന് ദോശ ഉണ്ടാക്കുന്ന ശ്രമത്തിൽ ശ്രീകാന്താണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് നമ്മുടെ വർഷ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ദോശയുടെ മാവ് ഒഴിച്ചപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോവുകയാണ്. അയ്യോ ഇതെന്താ ശ്രീകാന്തേ, ദോശ മാവൊന്നും കറക്റ്റായിട്ട് വരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ മര്യാദക്കാവുന്നത്? എനിക്കാണെങ്കിൽ ഒരു കുന്തും അറിയാനും പാടില്ല. എൻ്റെ വർഷയെ ഞാൻ പഠിപ്പിച്ച് തരൂലേ നിനക്ക് ദോശ ഉണ്ടാക്കാനായിട്ട്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കൈ പിടിച്ച് ആ മാവും കോരി നമ്മുടെ ശ്രീകാന്താണെങ്കിൽ ആ ദോശ ഇങ്ങനെ ചുട്ട് നല്ല രീതിയിൽ പരത്തി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വർഷ റൊമാൻറ്റിക്കോട് കൂടിയാണല്ലോ നീ ദോശ ചുടുന്നത്. അതെ, ഇതിൻ്റെ പേരാണ് റൊമാൻറ്റിക് ദോശ എന്ന് ആണല്ലേ. ഇനിയേ ഇതിങ്ങോട്ട് മറിച്ചിടണം എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ആ ചട്ടി എടുത്ത് നേരെ മറിച്ച് അങ്ങോട്ട് വയ്ക്കുകയാണ്. അയ്യോ വർഷ നീ എന്താണ് ഈ കാണിച്ചത്? അല്ല ശ്രീകാന്തല്ലേ പറഞ്ഞത് മറിച്ചിടാനായിട്ട്? മറിച്ചിടാൻ പറഞ്ഞത് ചട്ടിയാണോ? ദോശയല്ലേ മറിച്ചിടാൻ പറഞ്ഞത്? ദോശ മറിച്ചിടണം എൻ്റെ വർഷേ, ദയവ് ചെയ്ത് നീ ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ഉണ്ടാക്കിക്കോ, പക്ഷെ അതൊന്നും അച്ചമ്മ സമ്മതിക്കില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയ ദോശ ശ്രീകാന്ത് കഴിക്കണമെന്നല്ല അച്ചമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയാം. കഴിഞ്ഞപ്പോഴേ ശ്രീകാന്താണെങ്കിൽ എൻ്റെ ദൈവമേ എൻ്റെ വിധി, ഇവളുണ്ടാക്കിയ ദോശ വേണമല്ലോ ഞാൻ തിന്നാനായിട്ട്, അച്ചമ്മ ഇങ്ങനൊരു പണി തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ രേവതിയും അതേപോലെ തന്നെ അച്ചമ്മയും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. അച്ചമ്മേ ഇവരെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ലാസ്റ്റ് അച്ചമ്മ പറയരുത് രേവതി ഉണ്ടാക്കിയ ഭക്ഷണം വേണമെന്ന്. കിട്ടാൻ ചാൻസ് ഇല്ലേ? അതൊന്നും സാരമില്ല എൻ്റെ മോളെ രേവതി,
ദേ അതൊക്കെ ഞാൻ ഇന്നത്തെ ദിവസം സഹിച്ചുന്നേ. ഏതായാലും അവർ പണിയെടുക്കട്ടെ, അവരും കുറച്ചൊക്കെ ഉണ്ടാക്കട്ടേന്നേ. നീ എപ്പോഴും അടുക്കളയിൽ കയറിയിരുന്ന് ഇങ്ങനെ പണിയുന്നതേ എനിക്കതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ മൂന്നുപേരും ഭാര്യയും ഭർത്താവും ഒക്കെ ഇന്ന് അങ്ങോട്ട് ചെയ്യട്ടെ എന്നൊക്കെ, നീ ഇന്ന് റെസ്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയോട് അങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി ദോശ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ രേവതിയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കുന്നു, സച്ചിയും അടിപൊളിയായിട്ട് ദോശ ഉണ്ടാക്കുന്നു. ആഹാ, സച്ചിയേട്ടന് അടിപൊളിയായിട്ട് ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. ശ്രീകാന്തിൻ്റെ കൂടെ കുറച്ച് ദിവസമൊക്കെ ഞാൻ നിന്നായിരുന്നു. ആ സമയത്ത് അവനുണ്ടാക്കണമെന്ന് ഞാൻ നോക്കി പഠിച്ചതാ. പിന്നെ ചില ഭക്ഷണമൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം എൻ്റെ രേവതി. പിന്നെ ഞാനിത് ദോശയോടൊപ്പം വേറൊരു സാധനം കൂടി ചേർക്കും, അപ്പോൾ ടേസ്റ്റ് കൂടുമെന്നേ. വേറൊരു സാധനം? അതേത് സാധനമാണ് ഇത് ചോദിക്കുമ്പോൾ, നീ കണ്ണടക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി കണ്ണടച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിലും രേവതിയുടെ നെറ്റിലൊരു മുത്തം കൊടുക്കുകയാണ്. കണ്ടോ അമ്പട കള്ള, അപ്പം അതേ ആയിരുന്നല്ലേ നിൻ്റെ ദോശയിൽ ചേർക്കുന്നത്, ഞാനിപ്പം തന്നെ അച്ചമ്മയോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും, അയ്യോ രേവതി പറയല്ലേ അച്ചമ്മേ. എന്താ മോളെ രേവതി? അയ്യോ ഒന്നുമില്ല അച്ചമ്മേ, അതേ സച്ചിയേട്ടൻ്റെ കൈ പൊള്ളി അച്ചമ്മേ എന്ന് പറയുകയാണ്. അപ്പോഴാണ് സച്ചിക്ക് സമാധാനമായത്. ആഹാ, ഇതായിരുന്നല്ലേ നിൻ്റെ മനസ്സിലിരിപ്പ് എന്ന് സച്ചിയെ കളിയാക്കി തന്നെ അവിടെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ ശ്രീകാന്തും എല്ലാവരും കൂടി ഇരുന്നിങ്ങനെ ഈ ദോശക്കുള്ള കറികൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ സച്ചി ആണെങ്കിൽ മിക്സിയിലിട്ട് അരച്ചുകൊണ്ടിരിക്കുക, ശ്രീകാന്ത് ആണെങ്കിൽ എന്താ സ്പെഷ്യലായിട്ട് കറി ഉണ്ടാക്കുകയാണ്. നമ്മുടെ സുധി ആണെങ്കിൽ ഈ ലൈറ്ററിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധി ചേട്ടാ എന്താ പരിപാടി? ആ ഉപ്പ് ഇങ്ങെടുത്തേ. ഒപ്പിടാനോ? അയ്യോ ഒപ്പിടാനല്ല, ഉപ്പ്. എനിക്ക് കാതിലിങ്ങനെ ഒപ്പെന്നൊക്കെ കേൾക്കുള്ളൂ. ഞാനൊരു ബിസിനസ് മാനാണല്ലോ. അപ്പോൾ ഈ ഒപ്പിട്ടത് ശീലിച്ച് ഒപ്പെന്ന് മാത്രമേ വായിൽ വരുള്ളൂ. എന്ത് ചെയ്യാനാണ്, അങ്ങനെയായി പോയി എന്ന രീതിയിൽ അവിടെ സംസാരിക്കുകയാണ്. കൂടുതൽ ബിസിനസ് മാനാകാൻ നിൽക്കണ്ട, ആ ഉപ്പെടുക്ക്. അങ്ങനെ ഉപ്പെടുത്ത് കൊടുക്കുകയാണ്. എടാ ഞാനും കൂടി കുറച്ച് ഉപ്പിട്ടേ. വേണ്ട, ഞാൻ ഉപ്പിട്ടതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും ഉപ്പിടാൻ പോകുന്നത്? അല്ല, അത് നിൻ്റെ വക, ഇനി എൻ്റെ വകയായിട്ട് ഞാൻ കുറച്ച് ഉപ്പിടാം. അയ്യോ അതെ, സുധിച്ചേട്ടൻ ഭക്ഷണം കഴിക്കൂലേ, ആ സമയത്ത് കുറച്ച് ഉപ്പ് കലക്കി അങ്ങോട്ട് തിന്നാൽ മതി, അല്ലാതെ ഈ കറിയിൽ കൂടുതൽ ഉപ്പിട്ട് അങ്ങോട്ട് ഇളക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുക്കളയിൽ കിടന്ന് ഭയങ്കര ബഹളവും കാര്യവും ഒക്കെ അങ്ങോട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി വരാൻ പോകുന്നത് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും. നമ്മുടെ സുധിയെ കാത്ത് വലിയൊരു ദുരന്തം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.